വെൽക്കം ടു ട്രാവൽ വൈബ്സ്. ട്രാവൽ വൈബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ഇന്നൊരു വണ്ടി, നാട്ടിലൊരു പുതിയ വണ്ടി എടുത്തു. അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് വണ്ടിയായ മഹീന്ദ്ര താറിൻ്റെ ഓൾ ന്യൂ 2020 വേർഷൻ കോഴിക്കോട് ഇറാം ഷോറൂമിൽ 10ാമത്തെ വണ്ടി ഇന്ന് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും മറ്റും പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. മഹീന്ദ്ര താറിനെ കുറിച്ചും അതിൻ്റെ ബുക്കിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് അടക്കാം. ഈ വണ്ടി ബുക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഒരു ജൂൺ മാസത്തിൽ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ഇതേപോലെ ഈ വണ്ടീനെ കുറിച്ച് അറിഞ്ഞു. പക്ഷേ ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ പിക്ചറോ ഒന്നും വന്നില്ലായിരുന്നു. പക്ഷേ പണ്ട് മുതലേ താർ ഒരു ഡ്രീം വെഹിക്കിൾ ആയതുകൊണ്ട് എന്തായാലും അത് എടുക്കണം എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ അനിയന്മാരും നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് തീരുമാനിച്ചു എന്തായാലും താർ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറാം മോട്ടോഴ്സിൽ അഖിൽ എന്ന് പറഞ്ഞ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞത് പ്രകാരം അവർക്കും ഇറാം മോട്ടോഴ്സിനൊന്നും ആ സമയത്ത് ആർക്കും ഒരു ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു, കാരണം ലോഞ്ച് കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രയോറിറ്റി ബുക്കിംഗ് എന്നുള്ള രീതിയിൽ ഒരു 5,000 റുപ്പീസ് കൊടുത്തിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടു. അതിനുശേഷം ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം 50,000 റുപ്പീസ് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നീട് വണ്ടിയെ പറ്റിയും ബുക്കിങ്ങിനെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാലിക്കറ്റ് ഇറാം മോട്ടോഴ്സിൻ്റെ ജനറൽ മാനേജർ രതീഷ് സാറിനോടൊന്ന് ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, നമ്മൾ 10th വെഹിക്കിൾ ഡെലിവറി എടുത്തു. നമുക്ക് മഹീന്ദ്ര ഇപ്പം പുതിയ താറ് 2 വേരിയൻ്റാണ്, മോഡൽസാണ് വരുന്നത്, പെട്രോൾ ആൻഡ് ഡീസൽ. സ്റ്റാർട്ടിങ് ഫ്രം 9.80 ടു 13.75 ലാക്സ്. അതാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. പ്ലസ് ഇൻഷുറൻസ്, റോഡ് ടാക്സ്, ഫാസ്ടാഗ് അങ്ങനെയുള്ള ഓൺ റോഡിലേക്കുള്ള സാധനങ്ങൾ കൂടി വരും. നമ്മളിപ്പം കാലിക്കറ്റ് മാത്രം നമ്മൾ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ 600ഓളം ബുക്കിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇറാം ഗ്രൂപ്പിൽ മാത്രം അറൌണ്ട് 2000 ബുക്കിംഗ്സ് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിക്കറ്റിലെ 10th വെഹിക്കിൾ ആണ് ഡെലിവറിയിൽ 10th വെഹിക്കിൾ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഒരുപാട് 600 പേര് വെയിറ്റിംഗിലുള്ളപ്പോൾ ആണ് ഈ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. അതെ, ഫസ്റ്റ് 10ൽ വന്നു. ഇനി നമുക്ക് കുറച്ച് ഡെലിവറിയും കൂടെ നടക്കുന്നുണ്ട്. നമ്മളെ TP പ്രോസസ്സിങ്ങിലാണ്. 40 വണ്ടിയോളം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മളെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യുന്ന ആൾക്ക് 8th മന്തിലാണ് ഇനി വെഹിക്കിൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടിയുടെ പ്രൊഡക്ഷൻ ഇപ്പം കൂട്ടിയിട്ടുണ്ട്, കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ 1-2 മാസം ബാക്കോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡീസൽ മാത്രമേ ഡെലിവറി തുടങ്ങിയിട്ടുള്ളൂ. പെട്രോൾ നമുക്ക് വണ്ടി വന്ന് തുടങ്ങുന്നുള്ളൂ. പെട്രോൾ ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും, പെട്രോളും കൂടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് നമ്മൾ പ്രീ ലോഞ്ചിന്റെ ആ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ വണ്ടി എന്താന്ന് കാണാതെ അറിയാതെ ബുക്ക് ചെയ്ത സമയത്ത്, അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടാൻ സാധിച്ചത്. ലോഞ്ചിന്റെ ടൈമിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഡേയിൽ ഒരു അറൌണ്ട് 200+ ബുക്കിംഗ്സ് ആണ് നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ വന്നിട്ടുള്ളത് ആ ടൈമിൽ. അപ്പം പെട്രോള് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 11.9 ടു 13 ലാക്സ് വരെയാണ് പെട്രോളിൽ തന്നെ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ബുക്കിംഗ് ഉള്ളത് ഹാർട്ട് ഓഫ് വേരിയന്റിലാണ്. ഫുൾ ഓപ്ഷൻ ആണ് കൂടുതൽ പേരും ബുക്ക് ചെയ്തത്. ഇതുവരെ പ്ലേസ് ചെയ്തിരുന്ന ഒരു ഓഫ് റോഡ് വെഹിക്കിൾ എന്നുള്ള കാറ്റഗറിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് ഒരു 3rd വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബുക്കിംഗ്സ് കൂടാനുള്ള കാരണം.
അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടികൾ എത്തി ഡെലിവറി ചെയ്യാന്നുള്ളതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, താങ്ക് യു ഫോർ ദ ഫാസ്റ്റ് ഡെലിവറി. പിന്നെ നമുക്ക് നമ്മളെ ഇനിയൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരാൾക്ക് കസ്റ്റമറിന് ബുക്കിംഗ് ചെയ്യണമെങ്കിൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? ബുക്കിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ഡീലർഷിപ്പിൽ വിസിറ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. നമ്മൾ 21,000 ആണ് നമ്മളെ ബുക്കിംഗ് എമൗണ്ട്. അതല്ലെങ്കിൽ അവർക്ക് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാം. മഹീന്ദ്രയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് ഡീലർ പ്രിഫറൻസ് ഏത് ലൊക്കേഷനാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡീലറിൽ ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻ വന്നോളൂ. അപ്പോൾ ആ പ്രയോറിറ്റി അവർക്ക് കിട്ടും. ഓക്കെ, അപ്പം കൂടുതൽ ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് ഒക്കെ പുറത്തുനിന്നുള്ളാണെങ്കിൽ പ്രവാസികളൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ ബുക്ക് ചെയ്യാം. ഓൺലൈനിൽ മഹീന്ദ്ര auto.com കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് 6 കളേഴ്സാണ് അവൈലബിൾ ഉള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക്, റെഡ്, ഗ്രേ 3 കളേഴ്സാണ് ഫാസ്റ്റ് മൂവിങ്. അതെ. അത് AX ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് റോഡ് വേരിയന്റ് ആണ്. വൈറ്റ് വീലുള്ള മോഡൽസ്. അതിന് നമുക്ക് അലോയ് വീൽസ് ഉണ്ടാവില്ല. കുറച്ച് ഫുഡ് സ്റ്റെപ്പിനൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇന്റീരിയറിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇത് എല്ലാ മോഡൽസിനും ഒരേപോലെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാം 4-wheel ഡ്രൈവ് ആണ്, 4x4 ആണ്. പിന്നെ ഇന്റീരിയർ വാഷബിൾ ആണ്. നമുക്ക് അതിന്റെ മെറൈൻ സ്വിച്ചസ് ഒക്കെയാണ് മിക്കവാറും എല്ലാം നമുക്ക് ഇന്റീരിയറിൽ വെള്ളം. പഴയ കാറിൽ 4-wheel and 2-wheel ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാ മോഡൽസും ബേസ് മോഡൽ മുതൽ 4-wheel ഡ്രൈവ് ആണല്ലോ. പിന്നെ LX എന്ന് പറഞ്ഞത് AX എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് നമ്മൾ ഓഫ് റോഡ് സീരീസും. LX ലൈഫ് സ്റ്റൈൽ സീരീസ് എന്നാണ് 2 മോഡലായിട്ടാണ് വണ്ടി വരുന്നത്. AX-ൽ കുറച്ച് വ്യത്യാസങ്ങളുള്ളത്. ഒന്ന് ടയർ സൈസ് ഡിഫറൻസ് ഉണ്ട്. ടയർ സ്റ്റീൽ വീൽ റിം ആണ്. അതുപോലെ ഫുഡ് റെസ്റ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. കാരണം ഇതിലുള്ള പോലെ ഓഫ് റോഡിന് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയറിലും കുറച്ച് ബുക്കിംഗ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ഒരു 10 ബുക്കിങ്ങോളം മിനിമം വരുന്നുണ്ട് നമുക്ക്. അപ്പം നമ്മളിപ്പം വെയിറ്റിംഗ് പീരീഡ് ഇൻക്രീസ് ആയതുകൊണ്ട് മാത്രം കസ്റ്റമറിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുള്ളൂ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു മഹീന്ദ്ര അത് ടേക്കപ്പ് ചെയ്തിട്ട് മഹീന്ദ്ര അത് പ്രൊഡക്ഷൻ ലൈനിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് 8 എന്നുള്ളത് കുറഞ്ഞു വരാനാണ് ചാൻസ്. പെട്രോൾ വേരിയന്റ് ഇതുവരെ ഡെലിവറി കൊടുത്തിട്ടില്ല. വണ്ടി എത്തിയിട്ടില്ല. നമുക്ക് ഈ ടെസ്റ്റ് ഡ്രൈവിന് പോലും വണ്ടി എത്തിയിട്ടില്ല. സെയിം ഒരു വ്യത്യാസമില്ല. എഞ്ചിനുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് പുതിയ എഞ്ചിനാണ്. എം സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ 2 ലിറ്റർ എഞ്ചിനാണ്. മറ്റേത് എം സ്റ്റാലിൻ. ഒരു 50% ബുക്കിങ്ങും പെട്രോളിലേക്കാണ്. അത് ഈ ലൈഫ് സ്റ്റൈൽ വേരിയന്റിൽ തന്നെ കൂടുതൽ ആൾക്കാർ പെട്രോളാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. ഓട്ടോമാറ്റിക്കിനും ഈക്വലി ബുക്കിങ്സ് ഉണ്ട്. പൊതുവെ ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റിൽ നമ്മൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് പെട്രോളും ഓട്ടോമാറ്റിക് ഡീസലും ഒരുപോലെയുള്ള ബുക്കിംഗ് ആണ്. താങ്ക് യു. വെൽക്കം ടു റാം ഫാമിലി. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു.
ഒരുവിധം പറ്റുന്ന ഇൻഫർമേഷൻസൊക്കെ നമ്മുടെ GM സാർ തന്നെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ ബുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലാക്കിയുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അതിൽ നല്ല റെസ്പോൺസീവാണ്. നമ്മളെ ബുക്കിങ്ങിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം. ഈ വണ്ടിയുടെ ഓൺ റോഡ് റിവ്യൂവും ഓഫ് റോഡ് റിവ്യൂവും അതുപോലെയുള്ള മറ്റ് യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇനിയുള്ള മറ്റ് വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.